കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം 67-ാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യമാണ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ ആവശ്യം. ആമേൻ. നാം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവരാജ്യത്തിനും ഈ ഭൂതലത്തിനും ഒരു വലിയ ആവശ്യമാണ്. അതുകൊണ്ടാണ് തമ്മിൽ കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് തന്നെ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയിലൂടെ മാത്രമേ ദൈവത്തിന് ഈ ഉലകത്തെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ഞങ്ങളും ഇന്ന് നിങ്ങളെ നോക്കി പറയുകയാണ്, അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കട്ടെ. അതെന്താണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? മറ്റുള്ളവർ ഉയർച്ച പ്രാപിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അതിനൊരു വലിയ കാരണമുണ്ട്. എന്നറിയാമോ? അങ്ങനെ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതിയുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് തന്നെ. എന്ത് ഭയങ്കരമല്ലേ? അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വഴി സകല ജാതിയുടെ ഇടയിൽ എത്തത്തുള്ളൂ. ഞാൻ തകർന്നിരുന്നാൽ സുവിശേഷം എത്തും, ദൈവത്തിൻ്റെ ഹൃദയം എത്തും. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും നമ്മളും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുമ്പോണ്ടല്ലോ ദൈവത്തിൻ്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളിലും അറിയിക്കപ്പെടും. അപ്പൊ നമ്മുടെ ഉയർച്ച വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാവരുടെ ഉയർച്ച ദൈവരാജ്യത്തിന് വളരെ പ്രാധാന്യമാണ്. നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ജാതികൾ സ്തുതിക്കും, സകല ജാതികൾ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. അവിടെ ആ വാക്കുകൾ എടുത്തെടുത്ത് പറയുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഭൂമി അതിൻ്റെ അനുഭവം നൽകും. ആമേൻ. ഭൂമിയുടെ അറുതി വരെയും അവനെ ഭയപ്പെടും. നിങ്ങളുടെ അനുഗ്രഹം പ്രകൃതിക്ക് പോലും മാറ്റം, നിങ്ങളുടെ അനുഗ്രഹം സമൂഹത്തിന് മാറ്റം, നിങ്ങളുടെ അനുഗ്രഹം ദേശത്തിന് മാറ്റം. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട കൃപ നിറഞ്ഞ ദൈവമുഖം പ്രകാശിക്കപ്പെട്ട് നിങ്ങൾ ഇരിക്കാനാണ് ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും വിശുദ്ധന്മാരുടെയും ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുക. കൃപ ഉണ്ടാകട്ടെ, കൃപാവരങ്ങൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ.
സമ്പത്ത് ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേലെ പ്രകാശിക്കട്ടെ. ആ ദൈവത്തിൻ്റെ ലൈറ്റ് നിങ്ങളുടെ ലൈഫിൽ എല്ലായിടത്തും വെളിപ്പെട്ട് വരട്ടെ. ഒരു അന്ധകാരത്തിൽ നിങ്ങൾ കിടക്കണ്ട, ഒരു തകർച്ചയിൽ നിങ്ങൾ തുടരണ്ട. ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ആമേൻ. ഒരു പ്രൊഫറ്റിക്കായി ഞങ്ങൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ ദേശത്തിൻ്റെ അല്ല, ഭൂമിയുടെ അറ്റത്തോളം ഒരു അനുഗ്രഹ വിഷയമായി, ഒരു സംസാര വിഷയമായി മാറും. ഇവിടെ പറ, സകല ജാതികൾ, സകല ഗോത്രങ്ങൾ അത് കണ്ട് സ്തുതിക്കും. ആമേൻ. ഒരു ഭയങ്കര ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം നിങ്ങളെ നടത്തുന്നു എന്ന് ഈ ദൂതുകൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു ബോധ്യം ലഭിക്കും. ഈ മെസ്സേജ് ഈ 800 കോടിയുള്ള ജനത്തിൻ്റെ ഇടയിൽ കുറച്ചു പേരെ കയ്യിലെത്തത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ ദൂത് എത്തിയോ ഉറപ്പാണ്. ഒരു ഭയങ്കര ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾ എത്തുക. ഈ ബ്ലെസ്സിങ്ങിൻ്റെ ദൂതാണ്. ഇന്നത്തെ ആ കടങ്ങളിൽ നിന്നും, ആ രോഗത്തിൽ നിന്നും, ആ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. കൃപ ലഭിക്കാൻ പോകും, അനുഗ്രഹം ലഭിക്കാൻ പോകും. ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? സകല ജാതിയുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി. ഈ ജനത്തിനൊരു പ്രാർത്ഥന നമുക്ക് നൽകാം. യേശുവെ, ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യും കർത്താവെ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ഉദിക്കും കർത്താവെ. അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കും കർത്താവെ. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കർത്താവെ അതിലൂടെ അങ്ങയുടെ നാമത്തെ അങ്ങ് ഉയർത്തി, അങ്ങയുടെ വഴികളെ അറിയിച്ച് കർത്താവെ ഭൂമിയും സമൂഹത്തെയും എല്ലാം അനുഗ്രഹിക്കാൻ ഞങ്ങളൊരു മുഖാന്തിരമാക്കി മാറ്റുന്നതിന് നന്ദി പറയും. ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ 67-ാം സങ്കീർത്തനം മുഴുവൻ വായിക്കണം. ഇത് നിങ്ങൾ പറയണം. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ജനത്തെ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ശലോം.